ഷെയ്ഖ് സായദ് റോഡിൽ നിന്നും കടലിന്റെ അടിയിലെ ഒരു തുരങ്കപ്പാതയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത്. അതിന് മൊത്തം 1.4 കിലോമീറ്റർ നീളമുണ്ട്. മൊത്തം പാമ ഐലൻഡിന്റെ നീളം 5.5 കിലോമീറ്റർ ആണ്. കടലിന് അടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആകാശത്തു നിന്ന് നോക്കിയാൽ ഒരു പനമരം പോലെ തോന്നുന്ന ഈ ഐലൻഡിന് 3 ഭാഗങ്ങളുണ്ട്: ട്രങ്ക്, ഫ്രോൺസ്, ഔട്ട് ക്രസന്റ്. ട്രങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളും വസതികളുമാണ്. ഇതളുകൾ പോലുള്ള ഫ്രോണ്ടിൽ വില്ലകളും അപ്പാർട്ട്മെന്റ്സും ആണ്. ഏറ്റവും പുറമേയുള്ള ക്രസന്റിൽ അഥവാ ചന്ദ്രക്കല പോലുള്ള ഭാഗത്താണ് ആർഭാട റിസോർട്ടുകൾ ഉള്ളത്. വാൻ ഓടെ എന്ന ഡച്ച് ഫ്രഞ്ച് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. പാം ഐലൻഡിന്റെ ഏറ്റവും വില കൂടിയ അപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒന്നിന് ചുറ്റുമതിലുകളില്ല. ഇതിനുള്ളിലാണ് ഷാറൂഖ് ഖാൻ, മുകേഷ് അംബാനി, ശിൽപ ഷെട്ടി, സാന്ദ്ര മിശ്ര, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ തുടങ്ങിയവരുടെ അപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. മിക്ക ബോളിവുഡ് താരങ്ങൾക്കും ഇവിടെ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ആർഭാട റിസോർട്ടുകളുമാണ്. പാം ഐലൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ് അറ്റ്ലാന്റിസ് ദുബൈ എന്ന റിസോർട്ട്. 1550 മുറികളുണ്ട്. വമ്പൻ പണക്കാർക്ക് ആതിഥ്യം നൽകുന്ന ഈ റിസോർട്ടിൽ അതിനൂതന സൗകര്യങ്ങളോടുകൂടിയ ഹോട്ടലുകളും 105 വാട്ടർ സ്ലൈഡറുകളും താമസ സൗകര്യങ്ങളുമുണ്ട്. കിടപ്പുമുറികളുടെ ജനാലകളിലൂടെ കടൽ കാഴ്ചകൾ കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വില കൂടിയ മദ്യശാലകളും സ്പാകളും ഉണ്ട്. ഇവിടെ ധാരാളം റിസോർട്ടുകളുണ്ട്. റാഫിൾസ് ദ പാം ദുബായ് എന്ന് പറയുന്ന റിസോർട്ടിൽ 369 റൂമുകളുണ്ട്. 24 ക്യാരറ്റ് ഗോൾഡും വെള്ളിയും കൊണ്ടുള്ള സീലിംഗ് കൊത്തുപണികൾ അതിലുണ്ട്. ദുബായിയെ ഒരു അന്തർദേശീയ ഗ്ലോബൽ ടൂറിസ്റ്റ് ഹബ് ആക്കുന്നതിനുള്ള ആഗ്രഹം ദീർഘദർശിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് മഹോട്ടത്തിന്റെ ബുദ്ധിശക്തിയിൽ ഉദിച്ചു വന്നതായിരുന്നു. ഈ കാണുന്നത് സെറീനിയ റെസിഡൻസ് ആണ്. കെമ്പൻസ്കി ഹോട്ടൽ ആൻഡ് റെസിഡൻസ് ആണ് ആദ്യമായി ഇവിടെ തുറന്ന ഹോട്ടൽ. ഇതിന് 7 നിലകളുണ്ട്. 4 റിസോർട്ടുകളുമുണ്ട്. ഇവിടെ കടൽ തീരത്ത് കുറച്ചു നേരം വിശ്രമിക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യം ഗൈഡ് ഞങ്ങൾക്ക് തന്നു.